ഫസ്റ്റ് ഞാൻ കുത്തിയത്, അത് കഴിഞ്ഞിട്ട് മറ്റന്മാര് കുത്തിയത്. ആ സെയിം നീഡിൽ തന്നെ കുത്തിയ അമ്മര് ഇതിൽ തന്നെ അതിലും അമ്മര് കുത്തി. ഈ സെയിം നീഡിൽ തന്നെ. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊന്ന് ടാറ്റു അടിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ 100 രൂപയ്ക്ക് 150 രൂപയ്ക്കാണ് ടാറ്റു അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടതെന്താ വെച്ചാൽ ഒരാൾക്ക് അടിച്ചു കൊടുക്കുന്ന സെയിം നീഡിൽ വെച്ചിട്ടാണ് അടുത്ത ആൾക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടാറ്റു അടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈസൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടാറ്റു സെന്ററിൽ പോയി അടിക്കുക. അല്ലാതെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് ഉറപ്പായിട്ട് നല്ല 8ന്റെ പണി കിട്ടും. അല്ല, എന്തെങ്കിലും ഒരു ആൾക്ക് ഒരു എയ്ഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കും പിടിക്കും. ചേട്ടൻ ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് ആഗ്രഹമായിരുന്നു അത്. ഇതാ നോക്കിക്കേ, ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഇതുപോലെ ടാറ്റു അടിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരിരുന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, ആൾക്കാർ പോകുന്നുമുണ്ട്. എന്താല്ലേ, ഇവിടെ മാത്രമല്ല അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങൾ ടാറ്റു അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ഈ വീതി ഇങ്ങനെയുള്ളതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടാറ്റു സെന്ററിൽ പോയിട്ട് മാത്രം അടിക്കുക. ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. പല ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത കേസാണ് സേഫ്റ്റി ഇല്ലാണ്ട് ഇതുപോലെ ഇന്ന് ടാറ്റു അടിക്കുന്ന കാര്യം. എന്നിട്ടും അവരിവിടെ ഇരുന്ന് ടാറ്റു അടിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആരും ചോദിക്കാൻ വരില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.